Hello everyone, welcome to CS Learning Hub. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡബ്ലി ലിങ്ക് ലിസ്റ്റിൻ്റെ എൻഡിൽ ഒരു നോഡിനെ എങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ലിങ്ക് ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ എൻഡിൽ നമ്മളൊരു ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ നോഡ്. ഓക്കെ, ഈ ഒരു നോഡിന് നമ്മൾ എൻഡ് പാർട്ടിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഡബ്ലി ലിങ്ക് ലിസ്റ്റിൽ ഒരു നോഡിന് മെയിനായിട്ട് നമ്മൾ പറഞ്ഞു 3 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും, ദെൻ ഡാറ്റ ഉണ്ടായിരിക്കും, ദെൻ നെക്സ്റ്റ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു നോഡിന് നമ്മൾ ഈ ഡബ്ലി ലിങ്ക് ലിസ്റ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? ഒന്ന്, ഈ സെക്കൻഡ് നോഡിൻ്റെ നെക്സ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ന്യൂ നോഡിൻ്റെ അഡ്രസ്സായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ന്യൂ നോഡിൻ്റെ പ്രീവിയസ് അഡ്രസ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സായിട്ട് സെറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ എൻഡ് പാർട്ടിൽ നമുക്കൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്തെന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് സ്ട്രക്ചർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് നോഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിൽ നമുക്കറിയാം 2 പോയിന്റേഴ്സ് ആണ്. പ്രീവിയസ് പോയിന്റർ, പ്രീവ് എന്ന് പറഞ്ഞ പോയിന്റർ വിച്ച് പോയിന്റ്സ് ടു ദി പ്രീവിയസ് അഡ്രസ് ഓഫ് ദി node, next pointer which points to the next address of the node. Okay, then data, actual data. Okay, ഇനി ഇവിടെ ഇൻറ്റ് മെയിനിൽ 2 പോയിന്റേഴ്സ് ഉണ്ട്. ഹെഡ് ആൻഡ് PTR എന്ന് പറഞ്ഞ പോയിന്റർ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇപ്പോൾ സപ്പോസ് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാണ്, ഇപ്പോൾ ഓൾറെഡി ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് ഹെഡ് എന്ന് പറഞ്ഞത് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് നോഡിലോട്ടാണ്, അതായത് 1000 ഇപ്പോൾ പോയിന്റിൽ നിന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. കാരണം ഞാനിവിടെ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് എൻ്റെ പോർഷനിൽ എങ്ങനെയാണ് നോഡിനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക ഹെഡ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് നോഡിലോട്ടാണ് അല്ലേ. ദെൻ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട് ആഡ് അറ്റ് എൻഡ്. നമ്മൾ എത്ര ആർഗ്യുമെൻറ്റ്സ് ആണ് പാസ് ചെയ്യുന്നത്? ഹെഡ് എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റും പാസ് ചെയ്യുന്നുണ്ട്, ദെൻ ഈ ആക്ച്വൽ ഡാറ്റയും പാസ് ചെയ്യുന്നുണ്ട്. ന്യൂ നോഡിലേക്കുള്ള ഡാറ്റയും നമ്മളിവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഹെഡിൻ്റെ വാല്യൂ 1000 ആണ്. അപ്പോൾ ഇവിടെ മൂവ് ചെയ്യുമ്പോൾ 1000 ആയിരിക്കും ഇവിടെ പാസ് ആവുന്നത്. ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റർ കാണാം TP. ഓക്കെ, ദെൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പിന്നെ താഴെ ഇത്രയും സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇത് ന്യൂ നോഡിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ സ്ട്രക്ട് നോഡ് സ്റ്റാർ ടെംപ് ഈക്വൽ ടു മെലോക് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് പറയുമ്പോൾ ഒരു നോഡ് ഇവിടെ ക്രിയേറ്റ് ആവും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ 3000 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ഇപ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ആവും. ദെൻ ടെംപ് പ്രീവ് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം നോഡിന് 3 സെക്ഷൻസ് ആണുള്ളത് അല്ലേ. ടെംപ് എന്ന് പറഞ്ഞത് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് ഈ ന്യൂ നോഡിലോട്ടായിരിക്കും. അതാണ് നമ്മൾ ന്യൂ നോഡിനെയാണ് നമ്മൾ ടെംപ് എന്ന് പറഞ്ഞിവിടെ പോയിന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടെംപ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് ന്യൂ നോഡിലോട്ടാണ്. ഓക്കെ, ദെൻ ടെംപ് പ്രീവ് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രീവിയസ് അഡ്രസ്സ് നള്ളാക്കി സെറ്റ് ചെയ്യും. ദെൻ ടെംപ് ഡാറ്റ ഈക്വൽ ടു ഡാറ്റ, നമ്മളിവിടെ 35 ആയിരുന്നു പാസ് ചെയ്തിരുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് 35 ആയിട്ട് സെറ്റ് ചെയ്യും. ദെൻ ടെംപ് നെക്സ്റ്റ് ഈക്വൽ ടു നള്ളാക്കി സെറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു നോഡിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ക്രിയേറ്റ് ചെയ്ത നോഡാണ് ഇത്. ഈ ഒരു നോഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ നോഡിനെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ എൻഡ് പോർഷനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അതിനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു TP എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ പോയിന്റർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. TP ഈക്വൽ ടു ഹെഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. ഹെഡ് എന്ന 1000 ആണ് ഹെഡിൽ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഹെഡ് പോയിന്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് നോഡിലോട്ടായിരിക്കും. ഓക്കെ, ദെൻ നമുക്കിവിടെ ഒരു ലൂപ്പ് കാണാം. ഇവിടെ ലൂപ്പ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ എൻഡിലാണ് നമ്മൾ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എൻഡ് നോഡ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും? അതിൻ്റെ നെക്സ്റ്റ് അഡ്രസ് പാർട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നള്ളായിരിക്കും. അങ്ങനെ നള്ളായിട്ടുണ്ടെങ്കിൽ അത് എൻഡ് നോഡാണ് നമുക്ക് മീൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ TP എന്ന് പറഞ്ഞൊരു പോയിന്റർ സെറ്റ് ചെയ്യും ഫസ്റ്റ് നോഡിലോട്ട്. എന്നിട്ട് ഓരോ നോഡിൻ്റെയും നെക്സ്റ്റ് അഡ്രസ്സ് നമ്മൾ നള്ളാണോ അല്ലയോ എന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. നൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് എൻഡ് നോഡാണെന്ന്. അപ്പോൾ ദെൻ നമ്മൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ന്യൂ നോഡിനെ അവിടെ ഇൻസേർട്ട് ചെയ്യും. നൾ അല്ലാത്ത കേസിൽ TP പോയിന്റ് ചെയ്യുന്നത് ഇപ്പോൾ 1000 വിചാരിക്കുക. അപ്പോൾ 1000 നെക്സ്റ്റ് അഡ്രസ്സ് നള്ളാണോ? അല്ല. അങ്ങനെയുള്ള കേസിൽ എന്താണ് ചെയ്യുന്നത്? ജസ്റ്റ് TPയുടെ പോയിന്റ്
പോയിന്റർ ജസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ ട്രാവേഴ്സിംഗ് ആണ് ജസ്റ്റ് ചെയ്യുന്നത്. ഓരോ നോഡിനും ജസ്റ്റ് ചെക്ക് ചെയ്യാണ് 1 by 1 ആയിട്ട് നള്ളാണോ അല്ലയോ എന്ന്. നള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് എൻ്റെ നോഡാണ്. അപ്പോൾ നമ്മൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ നോഡിനെ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് കോഡിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് ചെയ്യുന്നത് 1000 അപ്പോൾ ടി പി ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് 1000 ഓക്കെ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ടി പി നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. ടി പിയുടെ നെക്സ്റ്റ് അഡ്രസ്സ് നള്ളാണോ ചെക്ക് ചെയ്യാണ്. നള്ളാണോ അല്ല. സോ നോട്ട് ഈക്വൽ ടു നള്ളാണ്, കണ്ടീഷൻ ട്രൂ ആണ്. ദെൻ ടി പി ഈക്വൽ ടു ടി പി നെക്സ്റ്റ്. അപ്പോൾ നൾ അല്ലാത്തതുകൊണ്ട് തന്നെ ടി പിയുടെ വാല്യൂ ജസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്യാണ്. ഇപ്പോൾ ടി പി പോയിന്റ് ചെയ്യുന്നത് 2000 ലൂപ്പ് അഗെയിൻ എക്സിക്യൂട്ട് ചെയ്യും. ടി പി നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. കണ്ടീഷൻ ട്രൂ ആണോ അല്ല, കണ്ടീഷൻ ഫോൾസ് ആണല്ലേ. ഇവിടെ ടി പിയുടെ നെക്സ്റ്റ് ഈക്വൽ ടു നള്ളാണ്, അതുകൊണ്ട് തന്നെ കണ്ടീഷൻ ഫോൾസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി എൻഡ് നോഡ് എന്ന് പറയുന്നത് 2000 ആണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ലൂപ്പിൽ നിന്ന് ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ടി പി ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് 2000 അല്ലേ. ടി പി നെക്സ്റ്റ് ഈക്വൽ ടു ടെമ്പ് പോയിന്റ് ചെയ്യുന്നത് ന്യൂ നോഡിലോട്ടാണ്. അപ്പോൾ ടി പിയുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ടെമ്പായിട്ട് സെറ്റ് ചെയ്യും. അതായത് നൾ ഇവിടെ മാറിയിട്ട് 3000 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ദെൻ ടെമ്പ് പ്രിവ് ഈക്വൽ ടു ടി പി ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ടി പി എന്ന് പറഞ്ഞ പോയിന്റ് ചെയ്യുന്നത് 2000. അപ്പോൾ ടെമ്പ് പ്രിവ് എന്ന് പറയുമ്പോൾ 2000 ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടായി, ഇവിടെ ഈ നോഡ് ഇവിടെ ഇൻസേർട്ടായി. ഓക്കെ, ഇനി ഇവിടെ റിട്ടേൺ ഹെഡ് പറഞ്ഞിട്ടുണ്ട്. റിട്ടേൺ ഹെഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇവിടെ റിട്ടേൺ ചെയ്യാണ് വാല്യൂ. ഹെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 1000 ആണ്. ദെൻ നമുക്കറിയാം പി ടി ആർ ഈക്വൽ ടു ഹെഡ്. പി ടി ആർ എന്ന് പറഞ്ഞൊരു പോയിന്റർ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാല്യൂ നമ്മൾ 1000 ആയിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്, ഓരോ ഡാറ്റേനും ഇപ്പോൾ ലിങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ മൂന്നാമതൊരു നോഡും കൂടെ ഇൻസേർട്ട് ആയിട്ടുണ്ട് അല്ലേ. ആ നോഡിനും ഇപ്പോൾ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ്, ആ ഒരു നോഡ് ഇപ്പോൾ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ നോഡിനും ട്രാവേഴ്സ് ചെയ്ത് അതിനുള്ള ഡാറ്റേനെ പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്